തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഫ്ലവർ മില്ലിലെ ബെൽറ്റിൽ ഷാൾ കുരുങ്ങി കഴുത്തറ്റ് യുവതി മരിച്ചു. മില്ലിലെ ജീവനക്കാരിയായ കാരറ്റ് സ്വദേശി ബീനയാണ് ദാരുണമായി മരിച്ചത്. അരിയാട്ടി കൊണ്ടുവന്ന് ഈ കാക്ക മുളക് കൊണ്ടുവന്ന് ഞാൻ അരി വറുത്തുകൊണ്ടിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ ഒരു ടപ്പൊന്നൊരു സൗണ്ട് കേട്ട് പെട്ടെന്ന് ഈ കാക്ക ഇത് ഓഫാക്കിയിട്ട് ഓടിച്ചൊന്ന് ഇങ്ങനെ അരി പൊടിക്കാൻ വറുക്കുന്നതിന് ഇതിൻ്റെ അവിടുത്തെ ആട്ടുന്നത് എന്നൊക്കെ നിർത്തിയിട്ട് കാക്ക അവിടെ കൊണ്ട് ഭയങ്കര വിളിച്ച് വലിയ കുഴിച്ചു വിരുവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുന്ന അടുത്ത് ഓടിച്ചൊന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കുന്നു. MG പ്രതീഷ് തിരുവനന്തപുരത്തും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ദാരുണമായ മരണമാണ്. അപൂർവമായെങ്കിലും ഇത്തരം ചില അപകട വാർത്തകൾ വരാറുണ്ട് പലയിടങ്ങളിൽ നിന്നായി. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസിയാണോ അവിടെ ജീവനക്കാരിയാണോ എന്നറിയില്ല. അവർ പറഞ്ഞത് കേട്ടത് വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു അപകടം ഉണ്ടായതാണ്. ഈ ഷാൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഫ്ലോർ മില്ലിൽ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ അത്തരം സുരക്ഷാ കാര്യങ്ങളൊക്കെ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ പ്രതീഷ്? പ്രജിൻ, ഇന്ന് വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. വെഞ്ഞാറമൂട്ടിലെ ഫ്ലവർ മില്ലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഷോൾ കുരുങ്ങി അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിക്ക് മരണം സംഭവിച്ചത്. ഈ ഒന്നിലധികം ജീവനക്കാർ ആ സമയം അവിടെ ഉണ്ടായിരുന്നു. ഈ മില്ല് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ജോലിക്കാരി ഈ ധാന്യം വറക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഷോൾ ഇതിൻ്റെ ബെൽറ്റിൽ കുരുങ്ങുകയും അത് ഈ വലിയ തരത്തിലൊരു അപകടാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തത്. തുടർന്ന് ഈ യുവതിയുടെ നിലവിളി കേട്ടാണ് ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാർ അവിടേക്ക് ഓടിയെത്തുന്നത്. അപ്പോഴേക്കും ഗുരുതരമായി ആ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ഈ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത്. വെഞ്ഞാറമൂട് നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ഈ ഫ്ലവർ മില്ല് പ്രവർത്തിക്കുന്നത്. കുറേ നാളുകളായി ആ ഫ്ലവർ മില്ലിലെ ജീവനക്കാരിയാണ്. ഈ തിരുവനന്തപുരം കാരേറ്റ് പുളിമാത്ത് സ്വദേശിയായ ബീനയ്ക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഉള്ളത്. ഈ അപകടത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം, ഈ ജോലി ചെയ്യുന്നതിനിടെ ഈ ഫ്ലവർ മില്ലിലെ ബെൽറ്റിൽ ഷോൾ കുരുങ്ങുകയും അത് മരണത്തിലേക്ക് നയിച്ചു എന്നതാണ് ഈ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാർ ഉൾപ്പെടെ പറയുന്നത്. പ്രജിൻ, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.